പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും പരാതികളും മുഖ്യമന്ത്രിയെ അറിയിക്കാൻ മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന പേരിൽ പുതിയ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ് സർക്കാർ. സംസ്ഥാന സർക്കാരും ജനങ്ങളും തമ്മിലുള്ള ആശയവിനിമയം പരിപോഷിപ്പിക്കുകയാണ് ലക്ഷ്യം. വെള്ളയമ്പലത്ത് ആരംഭിക്കുന്ന സിറ്റിസൺ കണക്ട് സെന്ററിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. സാരംഗ് സുധാകരൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. സാരംഗ്, ജനങ്ങളുമായി കൂടുതൽ അടുക്കുക, ജനങ്ങൾക്കൊപ്പമുണ്ട് സർക്കാർ എന്ന പ്രതീതി വരുത്തി തീർക്കുകയാണ് പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം, അല്ലേ? ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ? തീർച്ചയായും ആര്യ, ഇത്തരത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ മുഴുവനായിട്ടുള്ള ഒരു മുഖംമിനിക്കലിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രിയുമായിട്ട് നേരിട്ട് സംവദിക്കാനടക്കം സാധിക്കുന്ന തരത്തിലുള്ള സിറ്റിസൺ ഇത്തരത്തിൽ പൊതുജനങ്ങൾക്ക് സംസാരിക്കാനടക്കം, അതായത് ഈ ഒരു പരാതികൾ അറിയിക്കാൻ വേണ്ടി മാത്രമല്ല, അടിയന്തര സാഹചര്യങ്ങളിൽ ഇപ്പോൾ ഒരു പ്രകൃതി ദുരന്തമോ അത്തരത്തിലുള്ള ഒരു അടിയന്തര സാഹചര്യത്തിലടക്കം പൊതുജനങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വിവരങ്ങൾ എത്തിക്കാനടക്കം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം നിർമ്മിച്ചിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ ഒരു വളരെ താഴെത്തട്ടിൽ മുതൽ, അതായത് ഭരണ സംവിധാനത്തിന്റെ ഏറ്റവും താഴെത്തട്ടിൽ മുതൽ എല്ലാവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പരാതികളും വിമർശനങ്ങളും എല്ലാം, അതായത് പൊതുജനങ്ങൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും നേരിട്ട് ഭരണ സംവിധാനത്തിലേക്ക് അറിയിക്കുക, മാത്രമല്ല ഇതിൽ ഉടനടി പരിഹാരം എത്തിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു സംവിധാനം ഒരുക്കുന്നത്. നമുക്കറിയാം, ഇതിന് മുൻപും ഇത്തരത്തിൽ ഇ.കെ. നായനാരൊക്കെ ഇതിന് നേരിട്ട് ഒരു സ്വകാര്യ ചാനലിലൂടെയൊക്കെ പൊതുജനങ്ങളുമായിട്ടൊക്കെ സംവദിച്ചൊരു ചരിത്രമുണ്ട് കേരളത്തിൽ. അത്തരത്തിലുള്ളൊരു വിപുലമായ രീതിയിലേക്കാണോ എന്നത്, അതായത് ലൈവായിട്ട് കൊണ്ട് നമുക്ക് വിളിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. മാത്രമല്ല, ഇതിൽ പൊതുജനങ്ങൾക്ക് നേരിട്ട്, അതായത് ഈ ഒരു മന്ത്രിമാരെ കാണുന്ന അടക്കം, അതായത് ഓരോ വകുപ്പ് തലത്തിലുള്ള മന്ത്രിമാരെ കണ്ട് ഓരോ പ്രശ്നങ്ങൾ അറിയിക്കുന്നതിലുള്ള കാലതാമസം അടക്കം ഒഴിവാക്കിക്കൊണ്ട് പെട്ടെന്ന് ഇതിലൊരു പരിഹാരം, അതായത് ഓരോ ജനത്തിന്റെയും ഓരോ പൗരന്റെയും പ്രശ്നങ്ങൾ നേരിട്ട് ഭരണ സംവിധാനത്തിലേക്ക് എത്തിക്കുക, അതിന് ഉടനടി പരിഹാരം ഉണ്ടാക്കുക, അത്തരത്തിൽ ഒരു സർക്കാരിന്റെ ഒരു പ്രതിച്ഛായയുടെ ഒരു മിനിക്കൽ, അതായത് പ്രതിച്ഛായ വർദ്ധിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു പദ്ധതി, അതായത് ഈ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിയിരിക്കുന്നത്. ഈ ഒരു ടോൾ ഫ്രീ നമ്പർ അടക്കം ഇതിൽ പങ്കുവച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇത്തരത്തിൽ പങ്കുവച്ചിരുന്നു. ഇതിൽ ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് ഈ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. എന്ന് തൊട്ട് ഈ ഒരു സേവനം ലഭ്യമായി തുടങ്ങും. എത്രത്തോളം ജനങ്ങൾക്ക് ഒരു ദിവസം മുഖ്യമന്ത്രിയുമായി സംവദിക്കാൻ പറ്റുമെന്നൊക്കെ ചോദ്യമായി നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ വരേണ്ടതുണ്ട്. പക്ഷേ ഇതൊരു തീർച്ചയായും ഒരു ഭരണ സംവിധാനത്തിന്റെ ഒരു മുഖംമിനിക്കലിന്റെ ഭാഗമായാണ് ഈ ഒരു സംവിധാനം ഒരുക്കുന്നത് എന്നത് തീർച്ചയാണ്. ആര്യ, സാരംഗ് സുധാകരനാണ് നമുക്കൊപ്പം ചേർന്നത്.